ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിയോഗ പ്രാർത്ഥനയുടെ 17ാമത്തെ ദിവസമാണ്. ഈ നിയോഗ പ്രാർത്ഥനയുടെ ഈ അനുഗ്രഹീത സമയത്തിലേക്ക്, ഈ അനുഗ്രഹീത ദിവസത്തിലേക്ക് എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷമായും സമാധാനമായും ഇരിക്കുക. പ്രതീക്ഷയോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. 17ാമത്തെ ദിവസമായ ഇന്ന് വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്നേഹത്തോടെ നിർത്തി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേൾക്കുവാനും പ്രാർത്ഥനയ്ക്കായും ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബത്തെയും, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, യുവതീ യുവാക്കൾ, കുഞ്ഞുങ്ങൾ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ അസ്വസ്ഥമായിരിക്കുന്നവരെ, എല്ലാവരുടെയും മനസ്സിനെ എല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന്, ഈ പ്രാർത്ഥനയിൽ പങ്കാളിയാക്കിയതിന്, ഇങ്ങനെ ഒരു സൗകര്യവും സാഹചര്യവും പരിശുദ്ധാത്മാവെ അങ്ങ് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. 17 ദിവസങ്ങളിലും പ്രാർത്ഥനയിലായിരുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥനയിൽ കണ്ടുപോയിട്ടുള്ള, കേട്ടുപോയിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഒരാളെയും മാറ്റി നിർത്താതെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു കർത്താവേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമർപ്പിക്കാൻ ഒരുക്കി വെച്ച ആ 3 നിയോഗങ്ങളെ നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. അതിൽ കുരിശു വരച്ച്, യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. നമുക്ക് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് തിരുവചന ഭാഗം വായിക്കാം. നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനാകും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനാകും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും.
ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ നിയോഗങ്ങൾ എഴുതിയ പേപ്പർ 28-ാം അധ്യായത്തിൽ അനുഗ്രഹങ്ങൾ എഴുതിയ ആ ബൈബിൾ ഭാഗത്തിൽ വയ്ക്കുക. നിങ്ങൾ എഴുതിയ പ്രാർത്ഥനകൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അനുഗ്രഹമുണ്ടാകട്ടെ. ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ. ഭൗതിക മേഖലയിൽ അനുഗ്രഹം വരട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ നന്മകളുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളിൽ ഈ നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളിൽ നന്മയുണ്ടാകട്ടെ. അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളുണ്ടാകട്ടെ. അഭിഷേകത്തിൻ്റെ തലങ്ങൾ ഉയർന്നു വരട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കർത്താവെ, ഈ പ്രിയപ്പെട്ടവർ സമർപ്പിച്ച നിയോഗങ്ങൾ നിയമാവർത്തനം 28-ാം അധ്യായത്തോട് ചേർത്ത് വെച്ച് ഇതാ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന്, ഈ വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിന്, ഈ യുവാക്കളെ അനുഗ്രഹിക്കുന്നതിന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. 10ാം ക്ലാസ് +2 പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ അനുഗ്രഹിക്കണമേ. വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരെ അനുഗ്രഹിക്കണമേ. IELTS OET എക്സാം എഴുതാനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്, അവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് വിജയത്തിലേക്ക് കൊണ്ടുവരണമേ. കർത്താവെ, അവർ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് 3 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥന തുടരാം. പരിശുദ്ധ അമ്മേ, അവിടുന്ന് ഞങ്ങൾക്ക് അഭയമായിരിക്കണമേ. അങ്ങയുടെ ആശ്രയത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതത്തെ വിവേകത്തോടെ നേരിടുവാനും ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാനും ദൈവത്തിനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ദൂരെ അകറ്റണമേ. ഞങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും അപകടത്തിൽപ്പെടുമ്പോൾ അമ്മയുടെ കരം ഞങ്ങളെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അധ്വാനശീലവും സ്ഥിരോത്സാഹം ഉള്ളവരുമായി ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. അമ്മയുടെ അത്ഭുത ശക്തി ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമേ. അമ്മയുടെ മഹത്വത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തേണമേ. പരിശുദ്ധ മറിയമേ, അങ്ങേ പ്രിയപുത്രനോടുള്ള സ്നേഹത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏറ്റവും പ്രിയങ്കരിയായ മാതാവേ, അമ്മയുടെ ഒരു നോട്ടം ഞങ്ങളുടെ കുടുംബത്തിനുമേൽ പതിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടുവാൻ അതുമാത്രം മതിയാകും. എൻ്റെ അമ്മേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരേണമേ. ഭവനത്തിൽ വന്ന് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എല്ലാ കുറവുകളെയും ഏറ്റെടുക്കണമേ. ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും അമ്മയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഇന്ന്
ഈ ദിവസം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. മക്കളായ ഞങ്ങളെ ഞെരുക്കുന്നതും മനോധൈര്യം നഷ്ടപ്പെടുത്തുന്നതുമായ എല്ലാ ബന്ധങ്ങളും കുരുക്കുകളും അഴിച്ചു മാറ്റണമേ. ദുഷ്ടൻ്റെ സകല കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അമ്മയുടെ കരുണാകരമായ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെയും എൻ്റെ കുടുംബത്തെയും സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തുകയും അങ്ങയോടും അങ്ങേ പ്രിയപുത്രൻ ഈശോയോടും പരിപൂർണമായി ഐക്യപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങേ പാദപീഠത്തിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സഹായം തേടിയെത്തുന്ന ആരെയും ഇതുവരെയും അങ്ങ് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും തള്ളിക്കളയില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. എന്നെയും എൻ്റെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും രോഗങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും അവിടുന്ന് അഴിച്ചു മാറ്റുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അമ്മേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ അങ്ങയുടെ വചനം ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ അനുഗ്രഹദാനങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കണമേ. അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമ്മേ മാതാവേ, അങ്ങ് എൻ്റെ അമ്മയായതിനാൽ ഞാൻ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്കാവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എൻ്റെ അമ്മയായതിനാൽ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ണി ഈശോയുടെ തൃക്കരങ്ങളിൽ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കണമേ. എൻ്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും കർത്താവിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വചനം എനിക്ക് ഉറപ്പുള്ള താങ്ങാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ, അങ്ങ് എൻ്റെ കരം പിടിക്കണമേ. അമ്മേ മാതാവേ, ആയതിനാൽ ഒന്നിനെയും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ വിവേകവും വിജ്ഞാനവും കരുത്തും എനിക്ക് നൽകണമേ. അമ്മയുടെ സഹായം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മ ആശീർവദിക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കാരുണ്യപൂർവം ഏറ്റെടുക്കണമേ. എല്ലാ വിഷയങ്ങളും പ്രത്യേകമായി സമർപ്പിക്കുന്ന നിയോഗങ്ങളും ഏറ്റവും വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ ഈശോയോട് അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ആശീർവദിക്കണമേ.
ദൈവത്തിൻ്റെ തിരുവചനം സജീവവും ഊർജ്ജസ്വലവുമാണല്ലോ. അതിലൂടെ ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.